പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന കിഴക്കൻ വനങ്ങളിൽ മൂട്ടിമരങ്ങൾ കായ്ച്ചു തുടങ്ങി. നാട്ടുവിപണികളിൽ അധികമെത്താത്ത മൂട്ടിപ്പഴങ്ങൾക്കായി നിരവധി ആളുകളാണ് കാട് കയറുന്നത്. കേരളത്തിലെ വനമേഖലയിൽ അപൂർവമായി കാണപ്പെടുന്ന പഴവർഗ്ഗമാണ് മൂട്ടിപ്പഴം. മൂട്ടിക്കായ്പൻ, കുന്തപ്പഴം, മൂട്ടിപ്പഴം, മൂട്ടിപ്പുളി എന്നീ പേരുകളിലൊക്കെയാണ് പ്രാദേശികമായി ഇത് അറിയപ്പെടുന്നത്. വേനൽക്കാലത്ത് പൂവിടുന്ന മൂട്ടിമരം കാലവർഷത്തോടെയാണ് കായ്ക്കുക. മരത്തിന്റെ താഴ്ത്തടിയിൽ മാത്രമാണ് കായ്കൾ ഉണ്ടാകുക. ജൂൺ ജൂലൈ മാസത്തിലാണ് ഫലം പാകമാകുന്നത്. പശ്ചിമഘട്ടത്തിലെ തനത് സ്പീഷീസിൽപ്പെട്ട ഫലവൃക്ഷമാണ് മൂട്ടിമരം. ഒരു കാലത്ത് ആദിവാസികൾ മാത്രം ഉപയോഗിച്ചിരുന്ന ഫലം സാധാരണക്കാർക്ക് ലഭിച്ചു തുടങ്ങിയിട്ട് ഏറെക്കാലമായിട്ടില്ല. ഇതിന്റെ തോടും അച്ചാറിടുന്നതിന് ഉപയോഗിക്കാറുണ്ട്. പഴം അധികവും മരത്തിന്റെ ചുവട്ടിലാണ് ഉണ്ടാകുന്നത്. ഇതാണത്രേ മൂട്ടിപ്പഴമെന്ന പേര് ലഭിച്ചത്. മലയണ്ണാൻ, കരടി, കുരങ്ങ് എന്നിവയുടെ ഇഷ്ടവിഭവമാണ് മൂട്ടിപ്പഴം. ഉൾക്കാടുകളിൽ ധാരാളം മൂട്ടിമരങ്ങൾ ഉള്ളതായി വനവാസികൾ പറയുന്നു. വനവിഭവത്തിന്റെ രുചി തേടി മറ്റ് ജില്ലകളിൽ നിന്നുപോലും ആളുകൾ കിഴക്കൻ മലമേഖലയിലേക്ക് എത്തുന്നുണ്ട്. ജനുവരി മാസത്തോടെ പ്രകൃതി അണിയിച്ച പട്ടുപോലെ മൂട്ടിമരത്തിന്റെ താഴ്ത്തടി നിറയെ ഇളം ചുവപ്പ് പൂക്കൾ വിരിയും. തുടർന്ന് ചെറുകുലകളായി കായ്കളുടെ കൂട്ടം മൂട്ടിമരം നിറയെ കാണാം. ഇവ പഴുക്കുമ്പോൾ മങ്ങിയ ചുവപ്പ് നിറമാകും. പഴങ്ങൾക്കുള്ളിലെ പൾപ്പ് ഭക്ഷിക്കാനാകും. മധുരവും പുളിയും കലർന്നതാണ് രുചി. പഴങ്ങൾക്കുള്ളിലെ ചെറുവിത്തുകളാണ് നടിയിൽ വസ്തു. ഇവ മണലിൽ പാകിക്കിളിർപ്പിച്ച് തൈകൾ നടാനാവും. ബെഡ് ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്തും തൈകൾ വളർത്താം. നല്ല ചൂടുകാലത്ത് മാത്രമേ ഈ മരം കായ്ക്കൂ. വെള്ളക്കെട്ടില്ലാത്ത ഏത് മണ്ണിലും മൂട്ടിമരം വളർത്താം. നല്ലൊരു തണൽ വൃക്ഷം കൂടിയാണിത്. റംബൂട്ടാന്റെ ഫലവുമായി ഇതിന് ഏറെ സാമ്യമുണ്ട്. നേർത്ത കട്ടി കുറഞ്ഞ തോട് പൊളിച്ച് അകത്തുള്ള ജെല്ലി പോലെയുള്ള ഭാഗമാണ് ഭക്ഷിക്കാറുള്ളത്. ഉദരരോഗത്തിന് മൂട്ടിപ്പഴം ഉത്തമമാണെന്നും ഡെങ്കിപ്പനി ബാധിതർ മൂട്ടിപ്പഴം കഴിക്കുക വഴി രക്തത്തിലെ കൗണ്ടിന്റെ അളവ് വർദ്ധിക്കുന്നതായും പറയപ്പെടുന്നു. വനത്തിൽ താനെ മുളച്ചു വരുന്ന മൂട്ടിമരം കായ്ക്കാൻ ഏകദേശം 6-8 വർഷമെടുക്കും. ഫോക്സ് TV ന്യൂസ്, പത്തനാപുരം.